വിമർശിച്ചതിൽ കുറെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. മൂൺ ഗോഡസ് എന്ന ഓൺലൈൻ ബിസിനസിന്റെ ഉടമയായ അനിത രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂൺ ഗോഡസിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഒരു ഓൺലൈൻ ബിസിനസ് മേഖലയാണ്. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 4.2 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. മൂൺ ഗോഡസിനെതിരെ പണ്ട് തൊട്ടുള്ള ഒരു പരാതിയായിരുന്നു, സമയത്തിന് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കൊടുക്കില്ല. കസ്റ്റമേഴ്സ് എന്തെങ്കിലും പരാതി പറഞ്ഞാലോ അതിനിങ്ങനെ ന്യായീകരിച്ച് മെഴുകും. അതായത് തെറ്റ് അവർ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു. ഇപ്പൊ കാൽച്ചവിട്ടിലെ മണ്ണ് വരെ ഒലിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ അനിത ഒരു ന്യായീകരണ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ മൂൺ ഗോഡസിനെതിരെ പരാതി കൊടുത്തിരുന്നു കൺസ്യൂമർ കോർട്ടിൽ. അപ്പോൾ അതിൽ കോടതി വിധിച്ചത് ഏകദേശം 10,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാനാണ്. ഈ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഈ അനിതക്കൊന്നുമല്ല. കാരണം ലക്ഷങ്ങളുടെ ബിസിനസ് ആയിരുന്നു അനിതക്ക് ഒരു ദിവസം ലഭിച്ചിരുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ 10,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലേ. അങ്ങനെ ഒരു കസ്റ്റമറിന് അനുകൂലമായ വിധി വന്നപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ അനിതക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നാൽ അനിതക്ക് വൻ നഷ്ടമുണ്ടാവും. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. കാൽച്ചവിട്ടിലെ മണ്ണ് വരെ ഒഴുകി പോകുമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ അനിത ഒരു ന്യായീകരണ വീഡിയോയുമായി രംഗത്ത് വന്നത്. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കാം. കുറെയൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്നാ വിട, അത് മൈൻഡാക്കാൻ പോവാറില്ല. പക്ഷെ നിങ്ങളെല്ലാം മൈൻഡാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കസ്റ്റമർ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ അതൊരിക്കലും പരിഹരിക്കാൻ ശ്രമിച്ചില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഒരു ബിസിനസ് ആകുമ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ വരും. അതൊരു കസ്റ്റമർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തി അടുത്ത ഡെലിവറിയിൽ നമ്മൾ പരിഹരിച്ചാലേ കസ്റ്റമേഴ്സിനോ ബിസിനസ്സിനോടൊരു ഇഷ്ടവും വീണ്ടും ഓർഡറുകൾ നൽകാനും തോന്നുള്ളൂ. നിങ്ങളുടെ സംസാരമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഴി തോണ്ടാൻ കാരണം. അതൊക്കെ മൈൻഡ് ആക്കണമായിരുന്നെന്നും എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ ഒരു കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിൻ്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറൽ ആവാനായിട്ട് മൂൺ ഗോഡസിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങി അതിൻ്റെ വീഡിയോ ചെയ്താൽ മതി. വെറുതെ ഒരു വീഡിയോ അത് ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം വൈറലാകണമെങ്കിൽ ഒരു വ്യക്തി 1-2 വർഷം കാത്തിരിക്കേണ്ടി വരും മൂൺ ഗോഡസിൻ്റെ വെബ്സൈറ്റിൽ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ. പിന്നെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസർ ആവുന്നത്? ചെയ്താൽ മതി. അത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ശരിയാകണമെങ്കിൽ നിങ്ങൾ സമയത്ത് ഓർഡർ കൊടുക്കണം, അപ്പോൾ വൈറലാകുമായിരിക്കും. മൂൺ ഗോഡസിന്റെ പേര് എന്ന് പറയുന്നത് ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലും നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്ന് മാത്രം. ഒരു കസ്റ്റമർ ഒരു ബാഡ് റിവ്യൂ പറഞ്ഞ് നിങ്ങളുടെ പേജിൽ ടാഗ് ചെയ്തിട്ടാൽ ജനങ്ങൾ അതിൽ കയറി നോക്കും. പിന്നെ നിങ്ങളുടെ മറ്റ് വീഡിയോസൊക്കെ കാണുമല്ലോ, അതും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. പക്ഷെ അത് ബിസിനസ്സിന് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോഴും എന്താ പറയാ, ഇപ്പോൾ ഒരു സമയത്ത് 2024 സമയത്ത് എൻ്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റിൽ എൻ്റെ അമ്മയ്ക്ക് വൈകാരിക വന്നതും 2025 അവരുടെ മരണവും, ഈ 2 കാലം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ മൂൺ ഗോഡസിനെതിരെ കസ്റ്റമേഴ്സ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾ അതിനെയൊക്കെ വളരെ മോശമായിട്ട രീതിയിലാണ് അഡ്രസ്സ് ചെയ്തത്. എന്തായാലും ബാക്കിയും കൂടി പറ. എന്താ പറയാ, നമ്മുടെ സിസ്റ്റത്തില് മാനേജ്മെന്റില് ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. നമ്മുടെ ഫാക്ടറിയിലൊരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സാണ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. കേട്ടില്ലേ, അവസാനമെങ്കിലും അനിത തന്റെ തെറ്റ് സമ്മതിച്ചല്ലോ, സന്തോഷം. പക്ഷെ അവർക്ക് അങ്ങനെ സമ്മതിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. കാരണം ഒരുപാട് കസ്റ്റമർ കൺസ്യൂമർ കോർട്ടിൽ പരാതിയുമായി പോയാൽ ഇവർക്കെല്ലാം പാരിതോഷികം കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അനിത ഇത്രയും കാലം കെട്ടിപ്പണിത ബിസിനസ്സും സാമ്രാജ്യവും എല്ലാം തകർന്നു പോകും എന്നതാണ് സത്യാവസ്ഥ. പണ്ട് മൂൺ ഗോഡസിനെതിരെ പേയ്മെന്റിനെ ചൊല്ലി ഒരു ആരോപണം വന്നിരുന്നു. അന്ന് അതിന് എതിരെ അനിത മറുപടി കൊടുത്തത് മൂൺ ഗോഡസിന്റെ ഫോട്ടോയൊക്കെ വെച്ച് ആരോ ഫേക്ക് പേജ് ക്രിയേറ്റ് ചെയ്തതാണെന്നും 250 ഡ്രസ്സ് കാണുമ്പോൾ ചാടിക്കയറി നമ്മൾ പേയ്മെന്റ് ചെയ്തു കൊടുക്കും. ആർക്കാണ് എവിടെയാണ് പോകുന്നതെന്നും ആരും ഉറപ്പുവരുത്തുന്നില്ല. ആരെങ്കിലും ഇതിനെ ചൊല്ലി കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇട്ടാൽ അവരെല്ലാം ബ്ലോക്ക് ചെയ്യുമെന്നാണ് അനിത അന്ന് കൊടുത്ത മറുപടി. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒന്നും കൂടെ ഇൻഫോം ചെയ്യുന്നു, മൂൺ ഗോഡസ് കൗച്ചറിന്റെ ബുക്കിംഗ് വെബ്സൈറ്റ് വഴി മാത്രമാണ്. നോ വാട്സ്ആപ്പ് ബുക്കിംഗ്, നോ ഇൻസ്റ്റാ ബുക്കിംഗ്, നോ ഫേസ് ബുക്കിംഗ്, ഓൺലി ബുക്കിംഗ് വൈ അവർ വെബ്സൈറ്റ് www.moongoddessculture.com. അപ്പോൾ ഒത്തിരി ഫേക്ക് പേജസ് ഉണ്ട്. മൂൺ ഗോഡസിന്റെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നത്. അതായത് ഒത്തിരി വാട്സപ്പുകളുണ്ട്. അവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നല്ല വീഡിയോസ് അവർ നമ്മുടെ മൂൺ ഗോഡസിന്റെ പേരിൽ തന്നെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ എന്താ പറയുക ലിങ്ക് ഒക്കെ കവർ ചെയ്തിട്ട് അതിൽ വാട്സ്ആപ്പ് നമ്പറും
QR കോഡ് അയച്ചപ്പോൾ വേഗം പേ ചെയ്യും. ആർക്കാണ് പേ ചെയ്യുന്നത്? എവിടെയാണ് പേ ചെയ്തത്? 1500, 2000 രൂപയുടെ ഡ്രസ്സൊക്കെ 250 കാണുമ്പോഴേക്കും അങ്ങ് ഓടിച്ചിറങ്ങ് പേ ചെയ്യണം. ആർക്കാണ് പേ ചെയ്യുന്നത് പോലും നോക്കാതെ അത് കഴിയുമ്പോൾ ഒരു ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ മുൻകോടസിന്റെ കമന്റ് ബോക്സിൽ മുൻകോടസ് കൗച്ചർ ഫേക്കാണ്, ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു അത് പറയാം. ഈ അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്യും എന്തായാലും. കാരണം എന്ന് വെച്ചാൽ മുൻകോടസിന് വാട്സ്ആപ്പ് ബുക്കിംഗ് ഇല്ല, വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്കിംഗ് ഉള്ളൂ. എന്തെങ്കിലും കംപ്ലൈന്റ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക. കേട്ടില്ലേ? ഇതാണ് അനിത അന്ന് കൊടുത്ത മറുപടി. എനിക്ക് ചോദിക്കാനുള്ളത്, മൂൺ ഗോഡസ് എന്ന ബ്രാൻഡ് നെയിം വെച്ച് ആരെങ്കിലും ഫേക്ക് ID ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം 100% ഓണറായ അനിതക്ക് തന്നെയാണ്. കാരണം ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടലക്കാണല്ലോ. എന്ത് മോശം പേര് വന്നാലും നിങ്ങളെയും നിങ്ങളുടെ ബിസിനസിനെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. കസ്റ്റമർ ഈസ് ദ കിങ് എന്ന ലെവലിൽ ട്രീറ്റ് ചെയ്താലേ ബിസിനസ് വളരുള്ളൂ. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹംഗ്രി മിർനാളിന്റെ കേസ് ഓർമ്മ വന്നു. അന്നും ഇതുപോലെ ഒരുപാട് അലിഗേഷൻസ് വന്നിരുന്നു. അപ്പോഴും ഹംഗ്രി മിർനാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങോട്ട് ന്യായീകരിച്ച് മെഴുകി. അപ്പോൾ കസ്റ്റമേഴ്സ് ആരും കടയിലേക്ക് കയറാതായി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ. ബിസിനസ് നേരെ താഴേക്ക് പോയി. കസ്റ്റമേഴ്സിനെ പിണക്കി ഒരിക്കലും ബിസിനസ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ അനിത ആയാലും ഹംഗ്രി മിർനാൾ ആയാലും നിങ്ങൾ എത്ര സാമ്രാജ്യം കെട്ടിപ്പണിതാലും അതിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു ബിസിനസ്സിനും 100% പെർഫെക്റ്റോടെ പോകാൻ പറ്റില്ല. എന്തെങ്കിലും പോരായ്മകൾ വരുമ്പോൾ ഒന്നില്ലേ നിങ്ങളായിട്ട് അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ചൂണ്ടിക്കാണിച്ചാൽ അത് എത്രയും വേഗം പരിഹരിക്കുകയാണ് വേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.